പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് +1 പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. +1 ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് പൊതുവായി ഉള്ള ഒരു വിഷയമാണ് എക്കണോമിക്സ്. എക്കണോമിക്സിന് തന്നെ 2 ഭാഗമായി അല്ലെങ്കിൽ 2 ബുക്കായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്. ഇങ്ങനെ 2 ബുക്കുകളിലൂടെയാണ് നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നത്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ എക്കണോമിക്സ് പഠിച്ചതാണ്. ചെറുതായിട്ടൊക്കെ സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായി സാമ്പത്തിക ശാസ്ത്രം പഠിച്ചതാണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എക്കണോമിക്സ് എന്ന് പറയുന്നത്, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് സമ്പത്തിനെക്കുറിച്ചും സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നതാണ്. +1 എക്കണോമിക്സിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ട മാർക്ക് 80-ലായിരിക്കും. ആകെ മാർക്ക് 100 മാർക്കാണ്. ഇതിൽ 20 മാർക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ CE മാർക്കിലൂടെയും ബാക്കി നിങ്ങൾ എഴുതിയെടുക്കേണ്ട TE മാർക്കുമാണ്. 10ാം ക്ലാസ്സിന് വിഭിന്നമായി നിങ്ങൾക്ക് 80-ൽ 24 മാർക്ക് എഴുതി വാങ്ങിയാൽ മാത്രമേ പാസ്സാവാൻ സാധിക്കൂ. ഒരിക്കലും CE മാർക്ക് 20-ൽ 20 കിട്ടി എന്നുള്ളത് കൊണ്ട് ബാക്കി 4 മാർക്ക് കിട്ടിയാൽ മതി എന്ന് പ്രതീക്ഷിക്കരുത്. CE മാർക്ക് ഒരിക്കലും പാസ് മാർക്കിലേക്ക് ആഡ് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ എഴുതിയെടുക്കേണ്ട മാർക്ക് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ 24 മാർക്ക് വാങ്ങുമ്പോഴാണ് പാസ്സാവുന്നത്. +1 എക്കണോമിക്സിൻ്റെ പ്രത്യേകത വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. 80-ൽ 80 മാർക്കും വാങ്ങാൻ സാധിക്കുന്ന ഒരു പേപ്പറാണ് എക്കണോമിക്സ്. 2 ഭാഗങ്ങളാണ് എക്കണോമിക്സിനുള്ളത്. ഒന്ന് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റും രണ്ടാമത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്. ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ 10 ചാപ്റ്റേഴ്സാണുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിൽ 9 ചാപ്റ്റേഴ്സുമാണുള്ളത്. ആദ്യം നമ്മൾ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലുള്ള 10 ചാപ്റ്റേഴ്സിൻ്റെ പേരാണ് ഈ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് 1950 to 1990. Third chapter liberalization, privatization and globalization, an appraisal. Fourth chapter poverty. Fifth chapter human capital formation in India. Sixth rural development. Seventh one employment, growth, information and other issues. Eighth chapter infrastructure. Ninth chapter environment and sustainable development. 10th chapter comparative development experience of ഇന്ത്യ വിത്ത് ഇറ്റ്സ് നൈബേഴ്സ്. ഇങ്ങനെ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം 10 എണ്ണമാണ് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. വളരെ സിമ്പിളായി നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ചാപ്റ്റേഴ്സാണ് ഇതെല്ലാം. ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുൻപ് എന്തായിരുന്നു, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അതൊന്നുകൂടി നമ്മൾ എക്കണോമിക്സിൻ്റെ ഭാഷയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള ഇന്ത്യൻ ഇക്കോണമിയുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇന്ത്യൻ ഇക്കോണമി ബിഫോർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് മുൻപ്, അതായത് വിദേശീയർ ഇന്ത്യയിൽ വരുന്നതിന് മുൻപ് എന്തായിരുന്നു ഇന്ത്യ എന്ന് നമുക്കറിയണം. എന്നാലാണ് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമുള്ള മാറ്റം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമി ബിഫോർ ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് മുൻപ് ഇന്ത്യൻ ഇക്കോണമി എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പോയിന്റുകളായിട്ട് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യ വാസ് ആൻ അഗ്രേറിയൻ ഇക്കോണമി. നമുക്കറിയാവുന്നതാണ്, ഇന്ത്യ ഒരു അഗ്രേറിയൻ ഇക്കോണമി ആയിരുന്നു, ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു. എന്ന് പറഞ്ഞാൽ കൃഷിക്കാണ് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യ വാസ് ആൻ അഗ്രേറിയൻ ഇക്കോണമി, ഇന്ത്യ ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നെക്സ്റ്റ്, ഇന്ത്യ വാസ് ഫേമസ് ഫോർ ടെക്സ്റ്റൈൽസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. ഇന്ത്യ പരുത്തി വ്യവസായത്തിനും അതുപോലെ തന്നെ കൈത്തൊഴിൽ വ്യവസായത്തിനും
വളരെ ഫേമസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്താകമാനം പ്രശസ്തി ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. ഇന്ത്യയുടെ കൈത്തൊഴിൽ വ്യവസായവും അതുപോലെ പരുത്തി വ്യവസായത്തിനും ലോകത്താകമാനം ഫേമസ് ആയിരുന്നു. ലോകത്താകമാനം ഇന്ത്യ ഫേമസ് ആയിരുന്നു, പ്രശസ്തി കിട്ടിയിരുന്നു. ഇതിൽ തന്നെ ദ മസ്ലിൻ ഓഫ് ഡക്ക, ദ കാലിക്കോസ് ഓഫ് ബംഗാൾ, ദ സാരീസ് ഓഫ് ബനാറസ്, ഷോൾസ് ഓഫ് കാശ്മീർ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെൽ നോൺ ത്രൂ ഔട്ട് ദ വേൾഡ്, ലോകത്താകമാനം പ്രശസ്തിയുള്ളതായിരുന്നു. ധാക്കയിലെ മസ്ലിൻ, ബംഗാളിലെ കാലിക്കോസ്, ബനാറസ് സാരീസ്, കാശ്മീർ ഷോൾസ്, ഇതെല്ലാം ലോകത്താകമാനം പ്രശസ്തിയുള്ള ഇന്ത്യയുടെ ഇൻഡസ്ട്രീസ് ആയിരുന്നു. അതുപോലെ ആർട്ടിസ്റ്റിക് ഇൻഡസ്ട്രീസ്, നമ്മൾക്ക് മാർബിൾ വർക്ക്, സ്റ്റോൺ കാർവിംഗ്, കല്ലുകളിലുള്ള കൊത്തുപണി, ജ്വല്ലറി മേക്കിംഗ്, ആഭരണ നിർമ്മാണം, ഇത്തരത്തിലുള്ള വൈദഗ്ധ്യം ഉള്ള വ്യവസായങ്ങളും ഇന്ത്യയിലുണ്ടായിരുന്നു. മറ്റൊരു പോയിന്റാണ് ഇന്ത്യ വാസ് എൻ എക്സ്പോർട്ട് സർപ്ലസ് കൺട്രി. ഇങ്ങനെ ഒരുപാട് കൈത്തൊഴിൽ വൈദഗ്ധ്യവും പരുത്തി വ്യവസായം പോലെയുള്ള വ്യാവസായിക പുരോഗതിയും എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ത്യ വാസ് എൻ എക്സ്പോർട്ട് സർപ്ലസ് കൺട്രി. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ കയറ്റുമതിയാണ്. കയറ്റുമതി മിച്ച രാജ്യമായിരുന്നു. കയറ്റുമതി മിച്ചം എന്ന് പറഞ്ഞാൽ ഇറക്കുമതിയേക്കാൾ കൂടുതൽ കയറ്റുമതി ഉള്ളതിനെയാണ് നമ്മൾ എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറയുന്നത്. നമുക്ക് ധാരാളം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്, കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് വളരെ സമ്പൽ സമൃദ്ധമായ രാജ്യമായിരുന്നു ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യ വാസ് എൻ എക്സ്പോർട്ട് സർപ്ലസ് കൺട്രി. കയറ്റുമതി മിച്ചമുള്ള ഒരു രാജ്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇറക്കുമതിയേക്കാൾ കൂടുതൽ കയറ്റുമതിയായിരുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഉള്ളത് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടായതുകൊണ്ട് നമ്മളത് കയറ്റുമതി ചെയ്യുന്നു. ഇൻഡസ്ട്രി വാസ് ഡെവലപ്ഡ്. കോട്ടൺ ടെക്സ്റ്റൈൽസ്, ജൂട്ട് ഇൻഡസ്ട്രി എക്സെട്ര. നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന പരുത്തി വ്യവസായവും ചണ വ്യവസായവും ഒക്കെ വളരെയധികം വികസിച്ച വ്യവസായങ്ങളായിരുന്നു. നമ്മൾ വ്യവസായത്തിന്, കൃഷിക്ക് പ്രാധാന്യം കൊടുത്ത പോലെ തന്നെ വ്യവസായത്തിനും പ്രാധാന്യം കൊടുത്തിരുന്നു. നമുക്കുണ്ടായിരുന്ന ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള വ്യവസായങ്ങളാണ് കോട്ടൺ ടെക്സ്റ്റൈൽസ് ആൻഡ് ജൂട്ട് ഇൻഡസ്ട്രി, പരുത്തി വ്യവസായവും ചണ വ്യവസായവും. അങ്ങനെ ഇന്ത്യൻ ഇക്കോണമി വാസ് സെൽഫ് സഫിഷ്യൻറ്റ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സ്വയം പര്യാപ്തമായ, സ്വന്തം കാലിൽ നിൽക്കാവുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരവസ്ഥ നമുക്ക് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപുണ്ടായിരുന്നില്ല. നമ്മൾ വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നു, സ്വയം പര്യാപ്തരായിരുന്നു. എന്നാൽ ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്, കൊളോണിയൽ പീരീഡ് എന്ന് പറഞ്ഞാൽ കൊളോണിയലിസം ആണ്. എന്ന് പറഞ്ഞാൽ കോളനി ഭരണമാണ്. ബ്രിട്ടീഷുകാർ നമ്മളെ കോളനികളാക്കി ഭരിക്കുകയാണ്. കൊളോണിയലിസം മീൻസ് ഫോറിൻ ഡൊമിനേഷൻ. വിദേശീയരുടെ ആധിപത്യത്തിനെയാണ് നമ്മൾ കൊളോണിയലിസം, കോളനിവൽക്കരണം എന്ന് പറയുന്നത്. ഇന്ത്യയെ കോളനികളാക്കി മാറ്റുകയായിരുന്നു ബ്രിട്ടീഷുകാർ. ഇങ്ങനെയുള്ള സമ്പൽ സമൃദ്ധമായ ഇന്ത്യയെ കണ്ടുകൊണ്ടാണ് വിദേശീയർ ഇന്ത്യയിലേക്ക് വരുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന് അവർ ഒരു കൊളോണിയലിസം, ഫോറിൻ ഡൊമിനേഷൻ നടത്തി, കോളനി ഭരണം നടത്തി. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇങ്ങനെ കോളനി ഭരണം നടത്തിയപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷ് ഇക്കണോമിക് പോളിസീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സാമ്പത്തിക നയങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇന്ത്യയെ രക്ഷിക്കുക അല്ലെങ്കിൽ ഇന്ത്യയെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നില്ല ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം ടു ടേൺ ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ടു ബ്രിട്ടീഷ് ഇൻഡസ്ട്രി. ഇന്ത്യയിൽ ഉള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ, അതായത് റോ കോട്ടൺ, പരുത്തി, റോ ജൂട്ട്, ചണത്തിൻ്റെ റോ മെറ്റീരിയൽസ്, ഇതെല്ലാം കണ്ടിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇതെല്ലാം ഇവിടെ നിന്ന് ബ്രിട്ടീഷ് കൺട്രിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ടു ടേൺ ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ടു ബ്രിട്ടീഷ് ഇൻഡസ്ട്രി. ബ്രിട്ടീഷുകാരുടെ വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകാനുള്ള ഒരു സോഴ്സായിട്ട്, ഉറവിടമായിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. എക്സാമിന് നിങ്ങളോട് എപ്പോഴും ചോദിക്കുന്നതാണ്, എന്തായിരുന്നു ബ്രിട്ടീഷ് ഇക്കണോമിക് പോളിസിയുടെ ലക്ഷ്യങ്ങൾ? പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണുള്ളത്. അതിലൊന്നാണ് ടു ടേൺ ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ടു ബ്രിട്ടീഷ് ഇൻഡസ്ട്രി. ബ്രിട്ടീഷുകാരുടെ വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകാനുള്ള ഒരു ഉറവിടമായി ഇന്ത്യയെ മാറ്റുക. ഇന്ത്യയിൽ വന്ന്
ഇവിടെ ഉള്ള റോ മെറ്റീരിയൽസ് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുക. അതായിരുന്നു അവരുടെ ലക്ഷ്യം. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് ആസ് എ മാർക്കറ്റ് ഫോർ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്രിട്ടൻ. അവരുടെ രണ്ടാമത്തെ ലക്ഷ്യം ഇവിടെ നിന്നും റോ മെറ്റീരിയൽസ് കൊണ്ടുപോവുകയും ബ്രിട്ടനിൽ കൊണ്ടുപോയി അവിടെ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ നിർമ്മിക്കുക. ആ സാധനങ്ങൾ നിർമ്മിച്ച് ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുക. ഇന്ത്യയിലെ റോ മെറ്റീരിയൽസ് ആണ്, അത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയും ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ നിർമ്മിച്ച് ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് വിൽക്കുക. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഫിനിഷ്ഡ് ഗുഡ്സ്, ബ്രിട്ടീഷുകാർ നിർമ്മിച്ച സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു മാർക്കറ്റായി ഇന്ത്യ മാറി. അപ്പോൾ ബ്രിട്ടീഷ് ഇക്കണോമിക് പോളിസികൾക്ക് രണ്ട് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയെ റോ മെറ്റീരിയൽസ് കൊണ്ടുപോകാനുള്ള ഒരു ഉറവിടമാക്കി മാറ്റുകയും ഈ കൊണ്ടുപോയ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഗുഡ്സ് ഉണ്ടാക്കുകയും സാധനങ്ങൾ നിർമ്മിക്കുകയും അത് വിൽക്കാനുള്ള ഒരു മാർക്കറ്റായി ഇന്ത്യയെ മാറ്റുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷ് ഇക്കണോമിക് പോളിസീസ്. ടു ടേൺ ഇന്ത്യ ആസ് എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ടു ബ്രിട്ടീഷ് ഇൻഡസ്ട്രി ആൻഡ് ആസ് എ മാർക്കറ്റ് ഫോർ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു മാർക്കറ്റാക്കി ഇന്ത്യയെ അവർ മാറ്റി. ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്തത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ. ദേശീയ വരുമാനത്തിൻ്റെ കാൽക്കുലേഷൻ. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ മൊത്തം വരുമാനമാണ്. രാജ്യത്തിൻ്റെ വികസനം ഉണ്ടാവണമെങ്കിൽ, രാജ്യത്തിൻ്റെ വികസനം അറിയണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യണം, കണക്കാക്കണം. എന്നാൽ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ നാഷണൽ ഇൻകം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നെഗ്ലിജിബിൾ ഗ്രോത്ത് ഇൻ അവർ GDP ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ GDP എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ മൊത്തം വരുമാനമാണ്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാഷണൽ ഇൻകത്തിനെ പോപ്പുലേഷൻ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം. ഈ പെർ ക്യാപിറ്റ ഇൻകവും GDPയും നമ്മുടെ ഏതൊരു ഇക്കോണമിയിലും GDPയും പെർ ക്യാപിറ്റ ഇൻകവും വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് ആ ഇക്കോണമിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ GDPയും പെർ ക്യാപിറ്റ ഇൻകവും ഒന്നും വേണ്ടത്ര വളർന്നിട്ടില്ല. വളരാതിരിക്കാനുള്ള കാരണം നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ നന്നാക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ല ഇന്ത്യയിലേക്ക് വന്നത്. അവർ ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുപോകാനും അവരുടെ രാജ്യത്തുണ്ടാക്കി അതിവിടെ കൊണ്ടുവന്ന് വിൽക്കാനുമുള്ള മാർക്കറ്റാക്കി. ഒരിക്കലും ഇന്ത്യയിലെ GDP, നാഷണൽ ഇൻകമോ പെർ ക്യാപിറ്റ ഇൻകമോ വർദ്ധിപ്പിക്കാൻ അവർ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ഇനി അക്കാലത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്ത കുറച്ച് ആളുകളുടെ പേരാണ്. ഒന്നാമത്തതാണ് ദാദാബായ് നവറോജി. ആദ്യമായി ഇന്ത്യയിലെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് എസ്റ്റിമേറ്റ് ചെയ്ത ആദ്യമായിട്ട് ചെയ്ത ആളാണ് ദാദാബായ് നവറോജി, ഫസ്റ്റ് എസ്റ്റിമേറ്റർ ഓഫ് നാഷണൽ ഇൻകം. മറ്റൊരാളാണ് വില്യം ദിഗ്ബെ, ഫിൻലെ ഷിറാസ്, VKRV റാവു, RC ദേശായി. ഇത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് VKRV റാവുവിൻ്റെ നാഷണൽ ഇൻകം എസ്റ്റിമേഷനാണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ പേരുകൾ: ദാദാബായ് നവറോജി, വില്യം ദിഗ്ബെ, ഫിൻലെ ഷിറാസ്, VKRV റാവു, RC ദേശായി. ഈ പേരുകൾ നിങ്ങൾ കാണാതെ പഠിക്കണം. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എസ്റ്റിമേഷൻ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് VKRV റാവുവിൻ്റെതാണ്. ആദ്യത്തെ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ദാദാബായ് നവറോജിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസ്റ്റിമേഷൻ നടത്തിയ ആളാണ് VKRV റാവു. ഇങ്ങനെ പഠനം നടത്തിയപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ എസ്റ്റിമേഷൻ നടത്തിയപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ, ദ കൺട്രീസ് ഗ്രോത്ത് റേറ്റ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 20th century വാസ് ലെസ് ദാൻ 2% ആൻഡ് ഗ്രോത്ത് റേറ്റ് ആൻഡ് പെർ ക്യാപിറ്റ ഔട്ട്പുട്ട് വാസ് ഓൺലി 0.5%. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഇന്ത്യയിലെ ഗ്രോത്ത് റേറ്റ്, വളർച്ചാ നിരക്ക് വെറും 2% താഴെയായിരുന്നു. അതുപോലെ പെർ ക്യാപിറ്റ ഇൻകത്തിലുണ്ടായ വളർച്ച
വെറും 0.5% മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത്, കോളനി ഭരണം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ദേശീയ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം എല്ലാം വളരെ കുറവായിരുന്നു. അതിനുള്ള കാരണം ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് നമ്മുടെ രാജ്യം നന്നാക്കാനല്ല, ബ്രിട്ടൻ നന്നാക്കാൻ, അത് ബ്രിട്ടീഷ് കൺട്രി നന്നാക്കാൻ വേണ്ടി മാത്രമാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ നമ്മുടെ റോ മെറ്റീരിയൽസ് കണ്ടുകൊണ്ടാണ് ബ്രിട്ടീഷുകാരും മറ്റു ഫോറിനേഴ്സും ഇന്ത്യയിലേക്ക് വന്നത്. അപ്പം ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്: ഒന്ന്, എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം, ഒബ്ജക്റ്റീവ്സ്? എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യങ്ങൾ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. മറ്റൊന്ന്, നാഷണൽ ഇൻകം എസ്റ്റിമേറ്റേഴ്സ് ആരൊക്കെയാണ്? ആ പേരുകൾ നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റൂ. അതിൽ തന്നെ VKRV റാവുവിൻ്റെ എസ്റ്റിമേഷനാണ് കൂടുതൽ സിഗ്നിഫിക്കൻറ്റ്, പ്രധാനപ്പെട്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായും പറയാനുള്ളത്.